നരേന്ദ്ര ദബോൾക്കറിനെ പ്രഭാത സവാരിക്കിടെയാണ് വെടിവെച്ച് കൊല്ലുന്നത്. ഒരു ചൊവ്വാഴ്ച വൈകുന്നേരമാണ് സ്വന്തം വീട്ടുവളപ്പിലിട്ട് ഗൗരി ലങ്കേഷിനെ വെടിവെച്ച് കൊല്ലുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഐഡിയൽ ഹൗസിംഗ് സൊസൈറ്റിക്ക് മുൻപിൽ വെച്ചാണ് ഗോവിന്ദ് പൻസാരെയും ഭാര്യയെയും വെടിവെച്ചിട്ടത്. വാതിലിന് തട്ടി വിളിച്ച് സ്വന്തം വീടിന് മുന്നിൽ വെച്ചാണ് നെഞ്ചിനും തലയ്ക്കും വെടിവെച്ചുകൊണ്ട് എം കൽബുർഗിയെ കൊലപ്പെടുത്തിയത്. രഞ്ജൻ രാജ്ദേവ്, സായ് റെഡ്ഡി, ജഗേന്ദ്ര സിംഗ്, തരുൺകുമാർ ആചാര്യ, കരുൺ മിശ്ര, എത്രയോ പേർ, എത്രയോ മാധ്യമപ്രവർത്തകർ നരേന്ദ്ര ദബോൾക്കറിനെയും ഗോവിന്ദ് പൻസാരെയും ഗൗരി ലങ്കേഷിനെയും എം കൽബുർഗിയെയും ഒക്കെ കൊലപ്പെടുത്തിയത് ഒരേ കാരണങ്ങളിലാണ്, ഒരേ പാറ്റേണിലാണ്, ഒരേ ഐഡിയോളജിക്കൽ പശ്ചാത്തലമുള്ളവരാണ്. തീവ്ര ഹിന്ദുത്വവാദികൾ. ദബോൾക്കർ ഒരു സാമൂഹിക പ്രവർത്തകനും യുക്തിവാദിയുമായിരുന്നു. മഹാരാഷ്ട്രയിലെ അന്ധശാസ്ത്ര നിർമൂലൻ സമിതിയിലൂടെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടിയിരുന്ന വ്യക്തിയാണ് നരേന്ദ്ര ദബോൾക്കർ. സമൂഹത്തിൽ നിലനിന്ന അനാചാരങ്ങൾക്കും ധ്രുവീകരണങ്ങൾക്കുമെതിരെ അദ്ദേഹം പോരാടി. സാമൂഹിക നീതി എന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ അടിത്തറയായിരുന്നു. തന്ത്രിമാരുടെയും മനുഷ്യ ദൈവങ്ങളുടെയും കപടതയെ എതിർത്ത് ഒടുക്കമാണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുന്നത്. ഗൗരി ലങ്കേഷ് മാധ്യമപ്രവർത്തകയും ആക്ടിവിസ്റ്റുമായിരുന്നു. ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അവർ വേരറ്റം വിമർശിച്ചു. പിതാവ് പി ലങ്കേഷ് തുടങ്ങിവെച്ച ലങ്കേഷ് പത്രികയുടെയും സ്വന്തം മാഗസീനായിരുന്ന ഗൗരി ലങ്കേഷ് പത്രികയുടെയും എഡിറ്ററും കൂടിയായിരുന്നു ഗൗരി ലങ്കേഷ്. ഗൗരിയുടെ പ്രവർത്തനങ്ങൾ ഹിന്ദുത്വ വിഭാഗത്തിനെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു എന്നതിനുള്ള തെളിവായിരുന്നു അവർക്കെതിരെ നിലനിന്ന വധഭീഷണികളെല്ലാം. മഹാരാഷ്ട്രയിലെ CPI നേതാവായിരുന്നു ഗോവിന്ദ് പൻസാരെ. സാധാരണക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർക്കിടയിൽ നിന്ന് നിരന്തരം പ്രവർത്തിച്ചു വന്ന ആളാണ് പൻസാരെ. അദ്ദേഹം മതമൗലികവാദത്തിനെതിരെയും വർഗീയതയ്ക്കെതിരെയും നിരന്തരം ഒച്ചയുയർത്തി. അദ്ദേഹം എഴുതിയ ഹു വാസ് ശിവജി, പെസൻ ഡിസ്ട്രസ്, ദ സ്റ്റോറി ഓഫ് കശ്മീർ, ഇൻട്രൊഡക്ഷൻ ടു മാർക്സിസം എന്നീ പുസ്തകങ്ങളൊക്കെ ഹിന്ദുത്വവാദികളെ ചൊടിപ്പിച്ചു. ഒടുക്കം അദ്ദേഹത്തെയും അവർ വെടിവെച്ചു കൊന്നു. അസാമാന്യനായ സ്കോളറും യുക്തിവാദിയും ഒരു അധ്യാപകനുമായിരുന്നു കൽബുർഗി. അദ്ദേഹം വിഗ്രഹാരാധനയെ എതിർത്തിരുന്നു. അന്യായമായ മതാചാരങ്ങളെയും അദ്ദേഹം വിമർശിച്ചു. അതിനാൽ തന്നെ അദ്ദേഹത്തിനെതിരെ മതനിന്ദ പോലും ഉയർത്തി. ഒടുക്കം അദ്ദേഹത്തിനെയും അവർ വകവരുത്തി. നരേന്ദ്ര ദബോൾക്കറുടെയും മുതിർന്ന മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷിൻ്റെയും കൊലപാതകങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് CBI കോടതിയിൽ പറയുക പോലും ഉണ്ടായി. ഒന്ന് വിലയിരുത്തിയാൽ നടന്ന കൊലപാതകങ്ങൾക്കെല്ലാം നമുക്ക് പരസ്പര ബന്ധങ്ങൾ കാണാൻ സാധിക്കും. 2013 നരേന്ദ്ര ദബോൾക്കറും 2015 ഗോവിന്ദ് പൻസാരെയും എം കൽബുർഗിയെയും വെടിയേറ്റ് കൊല്ലപ്പെട്ട കേസുകളിൽ കൂടി ഗൗരി ലങ്കേഷ് കേസിലെ പ്രതികൾക്ക് പങ്കുണ്ടെന്ന കണ്ടെത്തലിലാണ് ഗൗരി ലങ്കേഷ് കേസ് അന്വേഷിച്ച അന്വേഷണ സംഘം എത്തിയത്. എന്തിന്? ഗൗരിയെ വെടിവെച്ച പരശുറാം ബാഗ്മോറയെ ബൈക്കിൽ കൊണ്ടുവന്ന ഗണേഷ് മിഷ്കിന് കൽബുർഗി വധക്കേസിൽ അദ്ദേഹത്തിൻ്റെ മകൾ കോടതിയിൽ തിരിച്ചറിയുക പോലും ചെയ്യുകയുണ്ടായി. കൽബുർഗിക്ക് നേരെ വെടിയുതിർത്തത് ഗണേഷ് മിഷ്കിനാണെന്നാണ് അവർ മൊഴി നൽകിയത്. ഇതൊക്കെ സംഘടിതമല്ലെന്ന്, ഒറ്റപ്പെട്ടതാണെന്ന്, വ്യക്തിവിരോധമാണെന്ന് ഇനിയും പറയുമോ നിങ്ങൾ? എല്ലാം കൃത്യമായ ആസൂത്രണങ്ങളിലാണ് നടന്നത്. അവ സംഘടിതവും വ്യക്തമായ ഐഡിയോളജിയുടെ പിന്തുണയിലുമാണ് നടന്നത്. ഒരു കേസും എവിടെയും എത്തിയിട്ടില്ല. പലതും പല കോടതികളിൽ വർഷങ്ങൾ കെട്ടിക്കിടക്കുന്നു. പലതിൻ്റെയും കണ്ണിയേറ്റു. രാഷ്ട്രം ഇതിനെതിരെ നിലപാടുകൾ ഒന്നും എടുത്തില്ല. ഹിന്ദുത്വ വർഗീയത ഭരിക്കുന്ന സർക്കാരിൽ നിന്ന് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാനും വകയില്ല. നരേന്ദ്ര ദബോൾക്കർ, ഗൗരി ലങ്കേഷ്, ഗോവിന്ദ് പൻസാരെ, എം കൽബുർഗി ഇതൊക്കെ വെറും പേരുകളാണോ? ഷോക്ക് വേവുകൾ ഉണ്ടാക്കേണ്ട വിധം മുദ്രാവാക്യങ്ങളാവണം അവ.